എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ രാഹുൽ ആർ നായർ, അഷ്ടാംഗം ആയുർവേദ മെഡിക്കൽ കോളേജിൽ പ്രൊഫസറും സീനിയർ കൺസൾട്ടൻറ്റുമായി വർക്ക് ചെയ്യുന്നു. ഈ വരുന്ന മാർച്ച് 13 ലോക കിഡ്നി ദിനമാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ ദിനത്തിൽ പ്രസക്തമായ ചോദ്യം ഇതാണ്: ആർ യുവർ കിഡ്നീസ് ഓക്കെ? നമ്മളുടെയൊക്കെ വൃക്ക ശരിയായ രീതിയിലാണോ പ്രവർത്തിക്കുന്നത്? നമുക്കറിയാവുന്ന പോലെ നമ്മുടെ നാട്ടിൽ ഡയാലിസിസ് കേന്ദ്രങ്ങളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കിഡ്നി ഡിസീസുമായി ഡയാലിസിസ് കേന്ദ്രങ്ങളിൽ എത്തുന്നവരുടെ എണ്ണവും കുറവല്ല. നമ്മൾ ഇന്ന് സംസാരിക്കുന്ന വിഷയം കുറച്ചും കൂടി വ്യത്യസ്തമുള്ള ഒന്നാണ്. അതിൽ പ്രധാനമായും നമ്മൾ ചിന്തിക്കുന്നത് പ്രമേഹ രോഗികളെക്കുറിച്ചാണ്. ഏതാണ്ട് 30 മുതൽ 50% വരെ പ്രമേഹ രോഗികൾ ഭാവിയിൽ വൃക്കരോഗബാധിതരായി, അതായത് പ്രമേഹത്തിൻ്റെ കോംപ്ലിക്കേഷൻ എന്നറിയപ്പെടുന്ന ഡയബറ്റിക് നെഫ്രോപ്പതിയായി മാറും എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എന്താണ് ഈ ഡയബറ്റിക് നെഫ്രോപ്പതി? പ്രമേഹം എന്ന് പറയുന്ന രോഗം കാലം കൊണ്ട് മറ്റ് അവയവങ്ങളെ ബാധിക്കുന്ന ഒന്നാണ്. ഒരുപക്ഷെ നിങ്ങൾക്കെല്ലാം അറിയുന്നതുപോലെ കണ്ണിൻ്റെ നേത്രപഠനം റെട്ടിനയെയും, കാലിലെ ഞരമ്പുകൾ, കയ്യിലെ ഞരമ്പുകൾ ന്യൂറോപ്പതിയായും, നെഫ്രോപ്പതി അതായത് കിഡ്നിയിൽ ഡിസീസ് ഉണ്ടാക്കുന്ന രീതിയിലേക്കും പ്രമേഹത്തിന് വളരാൻ സാധിക്കും. ഇതുകൂടാതെ വളരെ പരിചിതങ്ങളായ കാർഡിയാക് അറ്റാക്ക്, സ്ട്രോക്ക് മുതലായ രോഗങ്ങൾക്കുമൊക്കെ പ്രമേഹം കാരണമാണ്. ഇന്ന് ഈ കിഡ്നി ദിനത്തിൽ പ്രസക്തമായ ചോദ്യം പ്രമേഹ രോഗികളോടാണ്. നിങ്ങൾ 10 വർഷത്തിൽ കൂടുതൽ പ്രമേഹ രോഗമുള്ള ആവാം. കൃത്യമായ ഇടവേളകളിൽ പ്രമേഹം ചെക്ക് ചെയ്യാറുണ്ടോ? 10 വർഷത്തിന് മീതെ പ്രമേഹ രോഗമുള്ള ഈ സമയത്ത് ഡയബറ്റിക് കിഡ്നി കോംപ്ലിക്കേഷൻ ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധാലുവാണോ? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം ഇത്ര മാത്രമേ ഉള്ളൂ: നേരത്തെ കണ്ടുപിടിക്കാം. ഈ വർഷത്തെ പ്രധാന തീമും അതുതന്നെയാണ്. കൃത്യമായ ലാബ് പരിശോധനകളിലൂടെയും ആയുർവേദ ഡോക്ടറുടെ കൃത്യമായ ഒബ്സർവേഷനിലൂടെയും വരാൻ പോകുന്ന ഡയബറ്റിക് നെഫ്രോപ്പതിയെ നിങ്ങൾക്ക് നേരത്തെ തന്നെ തിരിച്ചറിയാൻ സാധിക്കും. ആ തിരിച്ചറിയലിൽ വലിയ മാനങ്ങളുണ്ട്. കാരണം ഒരിക്കൽ ഒരു നെഫ്രോപ്പതി ആയി മാറുന്നതിന് മുമ്പ് തിരിച്ചറിഞ്ഞാൽ വരാൻ പോകുന്ന ആ കിഡ്നി രോഗത്തെ നിങ്ങൾക്ക് തടയുവാനും ഒരുപക്ഷെ നീട്ടിവെക്കുവാനും ഒരുപക്ഷെ പൂർണ്ണമായി സുഖപ്പെടുത്തിയെടുക്കുവാനും ഒക്കെ ആയുർവേദത്തിലൂടെ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഓരോരുത്തരും ഡയബറ്റീസിന് കേവലം ഷുഗർ കൺട്രോൾ മാത്രമല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുകയും കൂടുതലായി മറ്റു രോഗങ്ങളെ ഡയബറ്റീസ് ബാധിക്കാതിരിക്കുവാനുള്ള ശ്രദ്ധ, മുൻകരുതൽ ഇവ എടുക്കേണ്ടതുമാണ്. അപ്പോൾ എന്ത് ചെയ്യണമെന്നല്ലേ? തീർച്ചയായും ഈ വരുന്ന 13 മുതലുള്ള ആഴ്ചയിൽ അഷ്ടാംഗം ആയുർവേദ മെഡിക്കൽ കോളേജിൽ ഡയബറ്റിക് കിഡ്നി ഡിസീസിൻ്റെ അല്ലെങ്കിൽ ഡയബറ്റിക് നെഫ്രോപ്പതിക്ക് വേണ്ടി ഒരു ഏർലി ഡിറ്റക്ഷൻ അല്ലെങ്കിൽ പ്രിവെൻഷൻ, ഇതിനു വേണ്ടിയുള്ള ഒരു സ്ക്രീനിങ് ക്യാമ്പ് നടത്തുകയാണ്. ഈ ക്യാമ്പിൽ പങ്കെടുക്കുക. നേരത്തെ ഡയബറ്റിക് സ്പെഷ്യലിസ്റ്റുകൾ നിങ്ങളെ ഡയബറ്റീസായി ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടാകും. നിങ്ങൾ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും. 10 വർഷത്തിനും മീതെയായി ഡയബറ്റിക് കൺട്രോൾ നന്നായി നടത്തുന്ന ആളുകളായിരിക്കും. എങ്കിലും നിങ്ങൾക്ക് കിഡ്നി ഡിസീസ് വരാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളത് ആയുർവേദ സ്പെഷ്യലിസ്റ്റിൻ്റെ സഹായത്തോടെ, ലാബ് ടെസ്റ്റുകളുടെ സഹായത്തോടെ മനസ്സിലാക്കുവാനുള്ള അവസരമാണിത്. വേണ്ട മുൻകരുതലുകൾ ഇന്ന് തന്നെ എടുക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് ഡയബറ്റിക് നെഫ്രോപ്പതിയെ പ്രിവെൻറ്റ് ചെയ്യാം. ഭാവിയിലുള്ള ഗുരുതരമായ പ്രതിസന്ധികളെ മറികടക്കുവാനും സാധിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.